സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോയ്സി എഴുതിയ കാണാത്ത തീരങ്ങൾ. ആ വീട് എന്നോ ഒരിക്കൽ സ്വപ്നത്തിൽ കണ്ടിട്ടുള്ളതുപോലെയാണ് അലിമയെ വിസ്മയിപ്പിച്ചത്. ഓർമ്മ തെളിയാത്തൊരു കാലത്ത് താനിവിടെ വന്നിട്ടുള്ളതുപോലെയും അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. ഇവിടെ 3 ലാൻഡ് ഫോൺ കണക്ഷൻ ഉണ്ടായിരുന്നതാ. ഇപ്പോൾ ഒരെണ്ണമേ ഉള്ളൂ. അത് തന്നെ ആരും ഉപയോഗിക്കാറില്ല. മൊബൈൽ ഫോൺ വന്നതോടെ അതിൻ്റെ കാലം കഴിഞ്ഞല്ലോ, മധ്യവയസ്കയായ സ്ത്രീ പറഞ്ഞു. ഇപ്പോഴും ഉള്ള കണക്ഷൻ്റെ നമ്പർ ഒന്ന് പറയണേ, രാജഗോപാൽ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. ഞാൻ നോക്കിയിട്ട് കുറിച്ചെടുത്തോണ്ട് വരാം. ധൃതി വേണ്ട. ആരുടെ പേരിലായിരുന്നു ഇവിടുത്തെ BSNL നമ്പറുകൾ? ഒരെണ്ണം എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിലായിരുന്നു, പിന്നൊരെണ്ണം അച്ഛൻ്റെ പേരിലും, വേറൊരെണ്ണം അച്ഛൻ്റെ സഹോദരിയുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു. അതൊക്കെ 10-20 വർഷം മുമ്പാ. ഇപ്പോൾ ഉണ്ടോയെന്ന് പോലും അറിയില്ല. ഓക്കെ, മാഡത്തിൻ്റെ പേരെന്താ? അഞ്ജന. നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ BSNLൻ്റേതാണോ? മുത്തശ്ശിയുടെ ഫോൺ BSNL. നിങ്ങളുടെ എല്ലാം മൊബൈൽ കണക്ഷൻ നമ്പറുകൾ കിട്ടിയാൽ കൊള്ളാം. ഞങ്ങളൊരു സർവേ നടത്തിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ട് BSNL ഇപ്പോഴത്തെ പരിതാപകരമായ അവസ്ഥയിലെത്തി? വീണ്ടും പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ മൊബൈൽ ഉപഭോക്താക്കളുടെ ആക്ഷേപങ്ങളും പരാതികളും കൂടി കണക്കിലെടുക്കണമല്ലോ. നിങ്ങളിരിക്കെ, ഞാൻ എല്ലാം കുറിച്ചെടുത്ത് തരാം. ഫോൺ നമ്പർ മാത്രം പോരാ, അതാത് നമ്പർ ഉപയോഗിക്കുന്നവരുടെ പേരും അഡ്രസ്സും കൂടി വേണം. ശരി, ഇപ്പോൾ വരാം. അഞ്ജന വീട്ടിനുള്ളിലേക്ക് പോയി. രാജഗോപാലും അല്ലിമയും സോഫയിലിരുന്നു. പരസ്പരം അർദ്ധഗർഭമായി നോക്കി. നല്ല ഭംഗിയുള്ള വീടല്ലേ? രാജഗോപാൽ മകളോട് ചോദിച്ചു. പ്രൗഢിയുണ്ട്, പാരമ്പര്യമുണ്ട്, ഭംഗിയുണ്ട്, അല്ലിമ പറഞ്ഞു. നിരീക്ഷണ ക്യാമറകളെക്കുറിച്ച് മുൻകരുതൽ ഉണ്ടായിരുന്നതിനാൽ അവർ കൂടുതലൊന്നും സംസാരിച്ചില്ല. അഞ്ജന തിരിച്ചെത്തി. കുറേ ഫോൺ നമ്പറുകളും പേരും അഡ്രസ്സും എല്ലാം കുറിച്ച് കടലാസ് അവർ രാജഗോപാലിൻ്റെ നേർക്ക് നീട്ടി. BSNL ആണല്ലോ അല്ലേ? തട്ടിപ്പുകാർ പല വേഷത്തിൽ വരും. അഞ്ജന സംശയം വെളിപ്പെടുത്തി. രാജഗോപാൽ ആ കടലാസ് വാങ്ങി. എന്നിട്ട് ID കാർഡ് വീണ്ടും കാണിച്ചു. ഞാനിതാദ്യമേ കാണിച്ചതല്ലേ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അഞ്ജന ചിരിച്ചു. നമ്മൾക്ക് അബദ്ധം പറ്റരുതല്ലോ. രാജഗോപാൽ ആ കടലാസ് ടീപ്പോയിൽ നിവർത്തി വെച്ച് മൊബൈൽ ഫോൺ ക്യാമറയിൽ അതിൻ്റെ ഫോട്ടോ എടുത്തു. ഈ കടലാസ് നഷ്ടപ്പെട്ടാലും നമ്മുടെ കയ്യിൽ കോപ്പി വേണമല്ലോ, അയാൾ അഞ്ജനയോട് പറഞ്ഞു. എന്നിട്ട് കുറിപ്പിലെ പേര് വിവരങ്ങൾ നോക്കി. ഓ, ഭർത്താവിൻ്റെ പേര് പ്രേമചന്ദ്രൻ എന്നാണല്ലേ? അതെ. എന്ത് ചെയ്യുന്നു? പോലീസിലാണ്. ഇപ്പോൾ DYSP ക്രൈം ബ്രാഞ്ചിൽ. രാജഗോപാലിന് പെട്ടെന്നൊരു ഉൾഭയം തോന്നി. തീക്കട്ടയിലാണ് ഉറുമ്പരിക്കാൻ ശ്രമിക്കുന്നത്. അല്ലിമയുടെ മുഖത്തും ഭാവപ്പകർച്ചയുണ്ടായി. രാജഗോപാൽ ഭയം വെടിഞ്ഞ് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. ഈ അഡ്രസ്സിൽ കാണിച്ചിരിക്കുന്ന വീട്ടുപേരല്ലല്ലോ ഗേറ്റിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ വീട്ടുപേര് കല്ലാറ്റുപടിക്കൽ എന്നാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുപേര് പുത്തൻ വേലിക്കൽ, അഞ്ജന വെളിപ്പെടുത്തി. അപ്പോൾ ഭർത്താവിൻ്റെ വീടല്ലേ ഇത്? അല്ല, ഇതെൻ്റെ അച്ഛൻ്റെ വീടാ. അപ്പോൾ ഒറ്റ മോളാണോ? അല്ല, എനിക്കൊരു ബ്രദർ കൂടിയുണ്ട്. ആൾ സ്റ്റേറ്റ്സിലാണ്. അയാൾക്കാണ് തറവാട്. പക്ഷെ പുള്ളിക്കാരൻ അവിടെ സെറ്റിൽ ചെയ്തതുകൊണ്ട് ഈ വീട് നോക്കാൻ ആളില്ല. അച്ഛനും മുത്തശ്ശിയും മാത്രമല്ലേ ഇവിടെയുള്ളൂ. അതുകൊണ്ട് എന്നെയും ഹസ്ബൻഡിനെയും ഇങ്ങോട്ട് വിളിച്ചു വരുത്തി. അത് നന്നായി. ഇത്രയും വലിയ വീട്ടിൽ 2 പേർ മാത്രം താമസിക്കുക എന്ന് വെച്ചാൽ വല്ലാത്ത ഏകാന്തത ഫീൽ ചെയ്യും. മാഡം എന്ത് ചെയ്യുന്നു? ചെറുചിരിയോടെ രാജഗോപാൽ ചോദിച്ചു. ഞാൻ കോളേജ് അധ്യാപികയാണ്. ഇന്ന് കോളേജില്ല, അതുകൊണ്ടാണ് ഇവരുണ്ടായത്. ഓ, അത് ശരി. അച്ഛൻ്റെ സഹോദരിക്ക് ഒരു ഫോൺ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞല്ലോ. അവരുടെ പേരെന്താ? മല്ലിക ചിറ്റ. അവരൊക്കെ എവിടെയാണ് താമസം? പഴയിടം പാലം കിടന്ന് മണിമല പഴയിടം റോഡിൽ കൂടി കുറച്ച് ദൂരം പോകണം. അല്ലെങ്കിൽ ചെറുവള്ളി പള്ളിപ്പടിപ്പാലം കടന്നു പോകണം. ആ പാലത്തിൽ കാറിന് പോകാൻ പറ്റില്ല. ബൈക്കും ഓട്ടോറിക്ഷയും ഒക്കെ പോകും. അവരുടെ വീട്ടുപേരെന്താ? മങ്ങാട്ടുശ്ശേരിയിൽ. ഇത്രയൊക്കെ ഡീറ്റെയിൽസ് എന്തിനാണ്? അവിടെ ചെന്ന് ആ ലാൻഡ് ഫോൺ കണക്ഷൻ കട്ട് ചെയ്തിരിക്കുകയാണോ എന്ന് അന്വേഷിക്കണം. അതൊക്കെ പണ്ടേ കട്ട് ചെയ്തു. വിളിച്ചാലൊന്നും റിങ് ചെയ്യില്ല. എന്തായാലും ഇത്രയും വിവരങ്ങൾ കിട്ടിയല്ലോ. താങ്ക് യു അഞ്ജന. ഞങ്ങൾ ഇറങ്ങട്ടെ, രാജഗോപാൽ പറഞ്ഞു. ഈ കുട്ടിയൊന്നും സംസാരിച്ചില്ലല്ലോ. ഞാൻ സംസാരിച്ചല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ആരോടും പെട്ടെന്ന് ഇടപഴകുന്ന സ്വഭാവക്കാരിയല്ല. അല്ലിമ അഞ്ജനയുടെ നേർക്ക് പുഞ്ചിരിച്ചു. അതിസുന്ദരമായ ആ പുഞ്ചിരി ഒരു മിന്നൽ വെളിച്ചം പോലെ അഞ്ജനയുടെ ഉള്ളിൽ തട്ടി. ഞങ്ങൾ ഇറങ്ങട്ടെ, ഇനിയും പല സ്ഥലത്തും പോകാനുണ്ട്. താങ്ക് യു മാം.
താൻ സംസാരിച്ചില്ലെന്ന പോരായ്മ നികത്താനായി അലിമ പറഞ്ഞു. അഞ്ജന പുഞ്ചിരിച്ച് തലയാട്ടി. രാജഗോപാലും മകളും സിറ്റൗട്ടിൽ നിന്നിറങ്ങി ഗേറ്റിന് നേർക്ക് നടന്നു. ഒരു പോലീസ് വാഹനം റബ്ബർ തോട്ടത്തിലൂടെ വരുന്നുണ്ടായിരുന്നു. സന്ദീപ് കാറിൽ കാത്തുകിടന്നെടുത്ത് അത് അല്പം വേഗം കുറച്ചു. പിന്നെ ഗേറ്റ് കടന്ന് വീട്ടുവളപ്പിലേക്ക് പ്രവേശിച്ചു. പോലീസ്, അലിമ മന്ത്രിച്ചു. രാജഗോപാൽ ഒരരികിലേക്ക് ഒതുങ്ങി. അയാളുടെ പിന്നിൽ അലിമയും നിന്നു. പോലീസ് ബോർഡും ബീക്കൺ ലൈറ്റും ഘടിപ്പിച്ച വെളുത്ത ഇന്നോവ കാർ രാജഗോപാലിനരികെ ബ്രേക്കിട്ടു. ടീഷർട്ട് ധരിച്ച, സൺഗ്ലാസ് വെച്ച മധ്യവയസ്കൻ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു കൊണ്ട് രാജഗോപാലിനെ നോക്കി. ആരാ? എന്താ? എവിടെന്നാ? രാജഗോപാൽ കഴുത്തിലിട്ട ID കാർഡ് കാണിച്ചു. BSNL. നിലവിൽ കണക്ഷൻ എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി വന്നതാ. പോലീസ് ഉദ്യോഗസ്ഥനെ ആ ID കാർഡ് തൃപ്തിപ്പെടുത്തി. അയാൾ അലിമയെ നോക്കി. അലിമ അച്ഛനിലേക്ക് നോട്ടം മാറ്റി. അഞ്ജന പറഞ്ഞ ഹേമചന്ദ്രൻ ഇതായിരിക്കുമെന്ന് രാജഗോപാൽ ഊഹിച്ചു. അയാൾക്ക് അലിമയിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ ജോലി കഴിഞ്ഞു, പോകുക, രാജഗോപാൽ പറഞ്ഞു. ആരാ കൂടെ? ഓഫീസിൽ ജോലി ചെയ്യുന്ന കുട്ടിയാണ്. ഏത് എക്സ്ചേഞ്ച്? പൊൻകുന്നം. ഏത് സെക്ഷൻ? ക്ലറിക്കൽ. അയാൾ മൂളി. രാജഗോപാൽ അലിമയും കൂട്ടി ഗേറ്റിലേക്ക് നടന്നു. അവർ പോകുന്നത് റിവർവ്യൂ മിററിലൂടെ നോക്കിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. അവർ ഗേറ്റ് കടന്ന് ചെല്ലുമ്പോഴേക്കും സന്ദീപ് കാർ തിരിച്ചു കഴിഞ്ഞു. അയാൾ അത്ര ശരിയല്ല, അലിമ ശബ്ദം താഴ്ത്തി അച്ഛനോട് പറഞ്ഞു. എനിക്കും തോന്നി ഒരു വില്ലൻ്റെ മുഖം. രാജഗോപാൽ അനുകൂലിച്ചു. രണ്ടുപേരും കാറിൽ കയറി. അതിനുശേഷം രാജഗോപാൽ തിരിഞ്ഞു നോക്കി. അയാൾ വണ്ടി നിർത്തിയെടുത്ത് തന്നെ നിൽക്കുകയാ. രാജഗോപാൽ പിറുപിറുത്തു. സന്ദീപ് ഒന്നും പറയാതെ ഗിയർ മാറ്റി വണ്ടിയെടുത്തു. അത് റബ്ബർ തോട്ടത്തിന് നടുവിലൂടെ പാഞ്ഞു. സന്ദീപ്, നിന്റെ അച്ഛൻ്റെ തറവാടാണത് അല്ലേ? രാജഗോപാൽ ചോദിച്ചു. അച്ഛൻ്റെ അമ്മ വീട്, സന്ദീപ് തിരുത്തി. ക്രൈംബ്രാഞ്ച് DYSP ഹേമചന്ദ്രൻ ഇന്നോവയിൽ നിന്ന് ഇറങ്ങി ചെല്ലുന്നതുവരെ അഞ്ജന സിറ്റൗട്ടിൽ കാത്തുനിന്നു. അയാൾ ഷൂസ് അഴിക്കാതെ സിറ്റൗട്ടിലേക്ക് കയറി ചെന്ന് ചോദിച്ചു. ആരാ വന്നിട്ട് പോയത്? BSNL നിന്നാണ്. അവരെന്തിനാ വന്നേ? അഞ്ജന കാര്യം പറഞ്ഞു. അവർക്ക് ഇവിടം വരെ വരേണ്ട ആവശ്യമെന്താ? എക്സ്ചേഞ്ചിൽ അറിയാമല്ലോ എല്ലാ വിവരങ്ങളും. നമ്മൾ കട്ട് ചെയ്യാനുണ്ടായ കാരണം ചോദിക്കാനും പുതിയ പ്രോജക്റ്റ് വരുമ്പോഴത്തെ ഓഫറുകളെപ്പറ്റി പറയാനുമൊക്കെയാണെന്നാ പറഞ്ഞത്. ഇങ്ങനത്തെ കേസൊന്നും എൻകറേജ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? നിനക്ക് എന്നെ വിളിച്ച് പറയായിരുന്നില്ലേ? അല്ലെങ്കിൽ അച്ഛനെ വിളിച്ച് ചോദിക്കാമായിരുന്നില്ലേ? അതിനിപ്പോൾ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഹേമചന്ദ്രൻ പൊടുന്നനെ കൈവീശി അഞ്ജനയുടെ ചെകിട്ടത്ത് ഒരടിയടിച്ചു. ആ സ്ത്രീ ഞെട്ടിപ്പോയി. ചെയ്തില്ലെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്നതിന് ഒരഡ്വാൻസായിട്ട് വരവ് വെച്ചു. അയാൾ അമർത്തി ചവിട്ടി വടക്ക് ഭാഗത്തെ നീളൻ വരാന്തയിലേക്ക് പോയി. അവിടെ നിന്നുകൊണ്ട് മൊബൈൽ ഫോൺ എടുത്ത് നമ്പർ ഡയൽ ചെയ്തു. ആളെ ലൈനിൽ കിട്ടിയപ്പോൾ തിടുക്കത്തിൽ ചോദിച്ചു. അച്ഛനിപ്പോൾ എവിടെയാ? ഞാൻ ബാങ്കിലാണ്, മണപ്പാട്ട് ബേക്കറിയുടെ മുന്നിൽ, ഫെഡറൽ ബാങ്കിൽ. അച്ഛൻ ഇങ്ങോട്ട് വരണം, ഒരു പ്രശ്നമുണ്ട്. എന്താ, സീരിയസ് ആണോ? പോണ്ടിച്ചേരിയിൽ നിന്ന് വല്യച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ പെങ്ങടെ മകനില്ലേ, ആലപ്പുഴക്കാരൻ ജഡ്ജി? അയാളുടെ മകൻ ഒരു നീർക്കോലിയുണ്ടല്ലോ, പത്രക്കാരൻ. അവൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അവൻ കഴിഞ്ഞ ആഴ്ച മുഴുവൻ പോണ്ടിച്ചേരിയിൽ ഉണ്ടായിരുന്നു. അതിനെന്താ? മറുവശത്ത് നിന്ന് ബാലകൃഷ്ണ മേനോൻ്റെ ചോദ്യം വന്നു. എന്താന്ന് വെച്ചാൽ അവൻ 10-22 വർഷം മുമ്പത്തെ ഒരു കേസ് ചികഞ്ഞു ചെന്നതാ പോണ്ടിയിൽ. എന്ത് കേസ്? മല്ലികച്ചിറ്റയുടെ മകൾ മാളവികയുടെ കേസൊക്കെ അച്ഛനങ്ങ് മറന്നോ? അല്ല, അതും നമ്പ്യാരുടെ മകനുമായിട്ട് എന്താ ബന്ധം? എന്താ ബന്ധമെന്ന് ആർക്കറിയാം? അവനെ കണ്ടുകിട്ടണ്ടേ? ഭാസി വല്യച്ഛൻ ലൊക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പേ അവൻ അവിടെ നിന്ന് മുങ്ങി. ഇപ്പോൾ എവിടെയാണെന്നൊരു പിടിയുമില്ല. അവൻ അവിടെ ചെന്ന് അന്വേഷിച്ചിട്ട് എന്ത് കിട്ടാനാ? അവൻ എന്തൊക്കെയോ കിട്ടി. 96 ഡിസംബർ 3 തങ്കമാൻറ്റി സിന്ധുജ എന്ന പേരിലൊരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടെന്നുള്ള വിവരം അവൻ തപ്പിയെടുത്തു. എന്നിട്ട് തങ്ക ആൻറ്റിയോടും മകൾ വേണിയോടും സംഗതി സത്യമാണോ എന്ന് തിരക്കി. അവർ തൽക്കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്തൊക്കെയോ നുണകൾ പറഞ്ഞു. അതെല്ലാം പൊളിഞ്ഞു. ജയദേവൻ്റെ മകന് ഇതെന്തിൻ്റെ സൂക്കേടാണ്? അതറിയില്ല, എന്നാലും നമ്മൾ സൂക്ഷിക്കണം. നീർക്കോല് കടിച്ചാലും അത്താഴം മുടങ്ങുമെന്നാണല്ലോ പഴഞ്ചൊല്ല്. ഞാൻ ജയദേവനെ വിളിച്ച് ചോദിക്കാം. വേണ്ട വേണ്ട, നമ്മളായിട്ട് കുത്തി ഇളക്കണ്ട. പക്ഷേ നമുക്കൊരു മുൻകരുതൽ വേണം. അവൻ പത്ര റിപ്പോർട്ടർ ആയതുകൊണ്ട് വേരോടെ മാന്തി എടുത്തുകൊണ്ട് വരും. അങ്ങനെ വന്ന ഒരാളല്ല തൂങ്ങേണ്ടത്, ഒരു ഡസൻ. 3 മാസത്തിനകം SP റാങ്കിൽ പ്രമോഷൻ കിട്ടേണ്ടവനാണ് ഞാൻ. ആ യൂണിഫോം ഊരിക്കളഞ്ഞിട്ട്
ജയിലിൽ പോയി കിടക്കാൻ വയ്യ. അത്രയ്ക്കൊക്കെ പേടിക്കാനുണ്ടോ ഹേമചന്ദ്ര? അവനെ എൻ്റെ കയ്യിലൊന്ന് കിട്ടിയാൽ മതി. മജിസ്ട്രേറ്റിൻ്റെ മോനായാലും വേണ്ടില്ല, പത്രക്കാരനായാലും വേണ്ടില്ല. നീ സാഹസമൊന്നും കാണിക്കില്ലേ ഹേമചന്ദ്ര? ഞാൻ അങ്ങോട്ട് വരാം. ഇന്നിവിടെ ഒരു കാർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വരുമ്പോൾ ഗേറ്റിന് വെളിയിൽ കിടക്കുന്നു. BSNL ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് 2 പേർ വന്ന് അഞ്ജനയോട് ഇവിടുത്തെ ലാൻഡ് ഫോൺ നമ്പറൊക്കെ വാങ്ങിക്കൊണ്ട് പോയി. എന്തിനാണെന്ന് ചോദിച്ചില്ലേ? ഞാൻ എല്ലാം കൂടി കണക്ട് ചെയ്ത് വന്നപ്പോഴേക്കും അവർ വിട്ടുപോയി. കാർ എറണാകുളം രജിസ്ട്രേഷനാ. അവർ വന്നത് പൊൻകുന്നം ടെലിഫോൺ എക്സ്ചേഞ്ചിൽ നിന്ന്. എക്സ്ചേഞ്ചിൽ അന്വേഷിച്ചാൽ സത്യാവസ്ഥ അറിയാമല്ലോ. അറിയണം. വന്നവരുടെ മട്ടും മാതിരിയുമൊക്കെ കണ്ടിട്ട് എനിക്ക് സംശയം തോന്നി. ഹേമചന്ദ്രൻ പറഞ്ഞു. അപ്പോഴേ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യണ്ടേ? നിനക്കതിനുള്ള റൈറ്റ് ഉണ്ടല്ലോ. അച്ഛൻ ഇങ്ങോട്ട് വാ. മല്ലികയും ഹരീന്ദ്രനെയും അച്ഛൻ തന്നെ വിളിച്ച് പറയണം. ആരെങ്കിലും വന്ന് ചോദിച്ചാൽ വാവിട്ടൊന്നും പറയരുതെന്ന്. ശരി, നീ വെച്ചോ. 20 മിനിറ്റിനുള്ളിൽ ബാലകൃഷ്ണ മേനോൻ്റെ കാർ കല്ലാറ്റുപടിക്കൽ വീട്ടിലെത്തി. തൻ്റെ അച്ഛനും മരുമകനും കൂടി കാണിക്കുന്ന വെപ്രാളത്തിൻ്റെ അർത്ഥം അഞ്ജനയ്ക്ക് മനസ്സിലായില്ല. ഒരു കൊടുങ്കാറ്റ് എവിടെയോ രൂപം കൊള്ളുന്നത് പോലെ അവൾക്ക് തോന്നി. മണിമലയാറിന് കുറുകെയുള്ള പഴയിടം പാലം കടന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് മണിമല ടൗണിലേക്ക് കാറോടിക്കവേ സന്ദീപ് രാജഗോപാലിനോട് ചോദിച്ചു, നമുക്കിനി എങ്ങോട്ടാ പോകേണ്ടതെന്ന് എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? ഇനി നമ്മൾ വളരെ സൂക്ഷിച്ച് നീങ്ങണം സന്ദീപ്. നമ്മൾ പോയ വീട്ടിൽ ഒരു പോലീസുകാരനുള്ളത് അത്ര നല്ല ലക്ഷണമല്ല. ഞാൻ വിചാരിച്ചത് നേരെ മണിമല പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്ന. 22 വർഷം മുമ്പുള്ള കൊലക്കേസ് ഏതൊക്കെയാണെന്ന് പോലീസ് സ്റ്റേഷൻ റെക്കോർഡ്സിൽ എന്തായാലും ഉണ്ടാകുമല്ലോ. ഉടനെ അങ്ങോട്ട് പോകേണ്ട. തൻ്റെ അച്ഛൻ്റെ വീട്ടിലുള്ള ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന് എന്തായാലും സ്വന്തം നാട്ടിലെ പോലീസ് സ്റ്റേഷനുമായി കണക്ഷൻ ഉണ്ടാകും. ഉണ്ടാവണമെന്നില്ല. അയാൾ DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനല്ലേ? മണിമലയിൽ CI വരെയല്ലേ ഉള്ളൂ. പോലീസിലെ ഉയർന്ന റാങ്കുകാരും താഴെയുള്ളവരും തമ്മിൽ ഫ്രണ്ട്ഷിപ്പൊന്നും കാണില്ല. മിലിറ്ററിയിലും അങ്ങനെയാ. പ്രോട്ടോകോൾ ഉള്ളതുകൊണ്ട് അവരവരുടെ ലെവൽ വിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകാറില്ല. സന്ദീപ് വിശദീകരിച്ചു. ഇവിടുത്തെ വലിയ ഫാമിലിയല്ലേ കല്ലാറ്റുപടിക്കൽ. നമ്മൾ അവിടെയുള്ളവരെ പറ്റി പോലീസ് സ്റ്റേഷനിൽ തിരക്കിയാൽ വിവരം ഉടൻ കല്ലാറ്റുപടിക്കലെത്താൻ സാധ്യതയുണ്ട്. രാജഗോപാൽ മുന്നറിയിപ്പെന്നവണ്ണം പറഞ്ഞു. സന്ദീപിനും തോന്നി അത് ശരിയാണെന്ന്. അവൻ കാർ വഴിയോരം ചേർത്ത് നിർത്തി. എന്തെങ്കിലും ഒരു രൂപരേഖ കിട്ടിയിട്ട് പോയാൽ മതി, അവൻ രാജഗോപാലിനോട് പറഞ്ഞു. സന്ദീപ്, ഇതുവരെയുള്ള മൂവ്മെൻറ്റ്സ് വിലയിരുത്തുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ, അല്ലിമോൾ സന്ദീപിൻ്റെ ഫാമിലിയിൽപ്പെട്ട അംഗമാണെന്ന് തന്നെയാണ്. ഒന്നുകിൽ അല്ലിമോളുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ, ഇതിലൊരാൾ തൻ്റെ അച്ഛൻ്റെ കസിനായിട്ട് വരാൻ സാധ്യതയുണ്ട്. അല്ലിമ അതിശയപ്പെട്ട് അച്ഛനെ നോക്കി. സന്ദീപ് അത് അംഗീകരിക്കുന്നുണ്ടോ എന്നറിയാൻ സന്ദീപിനെയും. അങ്ങനെയൊരു നിഗമനം എനിക്കും ഉണ്ട്. പക്ഷേ ഏത് ഫാമിലിയിൽ നിന്ന് പിടികിട്ടുന്നില്ല. അച്ഛൻ്റെ അമ്മയ്ക്ക് തന്നെ 3 സഹോദരങ്ങളുണ്ട്, സന്ദീപ് പറഞ്ഞു. അവരുടെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. 1 ഭാസിയമ്മാമ എന്ന് താൻ വിളിക്കുന്ന പോണ്ടിച്ചേരിക്കാരൻ ഭാസ്കര മേനോൻ, തൻ്റെ അച്ഛൻ്റെ അമ്മാവനാണല്ലോ. 2 ബാലകൃഷ്ണ മേനോൻ, ഇപ്പോൾ തറവാട് കൈവശം വച്ചിരിക്കുന്ന ആൾ. ഞങ്ങൾ കണ്ട അഞ്ജന എന്ന കോളേജ് അധ്യാപികയുടെ അച്ഛൻ. 3 പള്ളിപ്പടി പാലത്തിനക്കരെ താമസിക്കുന്ന മല്ലിക ചിറ്റ എന്നാണ് അഞ്ജന പറഞ്ഞത്. ഞാനും കേട്ടിട്ടുണ്ട് മല്ലിക ചിറ്റയെ പറ്റി. അച്ഛനും അങ്ങനെയാണ് വിളിക്കാറ്. 1 or 2 തവണ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫാമിലി ഫംഗ്ഷനുകളിൽ എവിടെയോ വെച്ച്. ചിലരുടെ മാരേജിനൊക്കെ അച്ഛൻ ഞങ്ങളെ മണിമലയ്ക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഞാൻ ചെറുതായിരുന്ന കാലത്താ, സന്ദീപ് വെളിപ്പെടുത്തി. നമുക്കൊന്ന് അരിച്ചു നോക്കാം. ഭാസിയമ്മാമ്മയുടെ മകനോ മകളോ അല്ലെന്ന് തീർച്ചപ്പെടുത്താമല്ലോ. രാജഗോപാൽ സന്ദീപിനെ നോക്കി. അല്ല, അതിന് തീരെ സാധ്യതയില്ല. പിന്നെ ഉള്ളതൊന്ന്, തൻ്റെ അച്ഛൻ്റെ അമ്മ മുത്തശ്ശി മാളവിക എന്നൊരു സഹോദരി തൻ്റെ അച്ഛനുണ്ടോ? ഉണ്ടായിരുന്നോ? അച്ഛനും മുത്തശ്ശിക്കും മണിമലയിലെ റിലേറ്റീവ്സുമായിട്ട് അത്ര അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മുത്തശ്ശി പണ്ടേ കല്യാണം കഴിച്ച് ഹരിപ്പാട്ടേക്ക് പോകുന്നില്ലേ, മുത്തച്ഛൻ്റെ തറവാട്ടിലേക്ക്. അതായത് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്. അച്ഛൻ്റെ കൂടപ്പിറപ്പുകളെയൊക്കെ എനിക്കറിയാം. അവർക്ക് മണിമലക്കാരുമായി ഒരു കണക്ഷനുമില്ല. അച്ഛനാണ് എന്തെങ്കിലും ഒരു കോണ്ടാക്റ്റും കമ്മ്യൂണിക്കേഷനും ഒക്കെ ഉണ്ടായിരുന്നത്. കല്യാണത്തിനും മാരേജിനും ഒക്കെ ഒത്തുകൂടും, അത്ര തന്നെ, സന്ദീപ് വിശദീകരിച്ചു. ഇനി അവശേഷിക്കുന്നത് 2 പേരാ. കല്ലാറ്റുപടിക്കൽ തറവാട്ടിൽ താമസിക്കുന്ന ബാലകൃഷ്ണ മേനോൻ, പള്ളിപ്പടി പാലത്തിനക്കരെയുള്ള മല്ലിക. ബാലകൃഷ്ണ മേനോൻ്റെ മകളെ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു, അഞ്ജന. മാളവിക എന്നൊരു മകൾ ബാലകൃഷ്ണ മേനോനുണ്ടോ? ഉണ്ടായിരുന്നു. ഇപ്പോഴില്ല. ഉണ്ടായിരുന്നോ എന്നറിയില്ല. അതേപ്പറ്റി അന്വേഷിക്കണം.
പിന്നെ മല്ലിക, അവരുടെ മക്കളെപ്പറ്റി എന്തെങ്കിലും അറിവുണ്ടോ? ഒരറിവുമില്ല. അതും അന്വേഷിക്കണം. നമുക്ക് മല്ലിക ചിറ്റയുടെ വീട്ടിലേക്ക് പോയാലോ? അല്ലിമ ചോദിച്ചു. വേണ്ട വേണ്ട, രാജഗോപാൽ വിലക്കി. അതൊക്കെ ഇനി പ്രശ്നമാ. ആ DYSP ഹേമചന്ദ്രൻ ഉണ്ടല്ലോ, അയാൾക്ക് ഈ കേസുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിനി എങ്ങോട്ട് നീങ്ങുന്നതും വളരെ സൂക്ഷിച്ചു വേണം. സന്ദീപ് അതിനെ അനുകൂലിച്ച് തലയാട്ടി. തിരിച്ചു പോകുന്നതല്ലേ ബുദ്ധി? രാജഗോപാൽ സന്ദീപിനോട് ചോദിച്ചു. പോയാൽ നമ്മൾ ശത്രുവിനെ കണ്ട് പിന്തിരിഞ്ഞോടുന്നത് പോലെയാകും. സന്ദീപ് പറഞ്ഞു. ഞാനൊരു കാര്യം ചെയ്യാം. മണിമലയിലെ ഞങ്ങളുടെ പത്ര റിപ്പോർട്ടറെയും പത്ര ഏജന്റിനെയും തപ്പിയെടുക്കാം. സന്ദീപ് ഫോണുമായി കാറിന് വെളിയിലിറങ്ങി. അല്ലിമയും കാറിൽ നിന്നിറങ്ങി സന്ദീപിന് സമീപം ചെന്ന് നിന്നു. ഒരു വശത്ത് മണിമലയാർ ഒഴുകുന്നു. അല്ലിമ അതിൻ്റെ കയങ്ങളെയും പാറക്കെട്ടുകളെയും നോക്കി. സന്തുവേട്ടൻ ഇവിടൊക്കെ പലതവണ വന്നിട്ടുണ്ടല്ലേ? അവൾ ചോദിച്ചു. എന്താ ചോദിച്ചേ? നല്ല ഭംഗി ഈ പുഴ കാണാൻ. ഒരു പക്ഷേ താൻ ജനിച്ചു വളരേണ്ടിയിരുന്ന നാടാണിത്. എനിക്കത് ഓർത്തിട്ട് ഭയങ്കര അതിശയം തോന്നുന്നു. അല്ലിമ വിസ്മയഭരിതയായി. പക്ഷേ ഇപ്പോൾ താൻ ജീവനോടിരിക്കുന്നത് പലർക്കും ഭീഷണിയായിരിക്കാൻ സാധ്യതയുണ്ട്, സന്ദീപ് പറഞ്ഞു. അല്ലിമയുടെ മുഖം വാടി. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞാൽ സന്തോഷിക്കുന്ന ആരെങ്കിലും ഉണ്ടാവുമോ? സംശയമാണ്. കാരണം താൻ ഉണ്ടെന്ന അറിവ് പലരുടെയും ജീവിതം തകർത്തേക്കാം. കുഴിച്ചുമൂടിയ പല രഹസ്യങ്ങളെയും മാന്തി പുറത്തിട്ടേക്കാം. ഒന്നോ രണ്ടോ കുടുംബങ്ങൾ പോലും തകർന്നു പോയേക്കാം. അങ്ങനാണെങ്കിൽ ഇതിവിടെ അവസാനിപ്പിക്കുന്നതല്ലേ സന്ദീപേട്ട നല്ലത്? ഇത്രയൊക്കെ വന്നിട്ട് താൻ ആരാണെന്ന് അറിയണ്ടേ? ആരുടെ മകളാണെന്ന്, തനിക്ക് ആരൊക്കെയുണ്ടെന്ന് അറിയാനൊക്കെ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ സന്ദീപേട്ടൻ കുഴപ്പത്തിലൊന്നും ചെന്ന് പെടരുത്. എനിക്കിതൊരു ത്രില്ല. ഞാനൊരു ജേർണലിസ്റ്റ് അല്ലേ? സന്ദീപിൻ്റെ മൊബൈലിലേക്ക് കോൾ വരുന്നുണ്ടായിരുന്നു. സന്ദീപ് അത് അറ്റൻഡ് ചെയ്തു. ഹലോ കിട്ടിയോ? റിപ്പോർട്ടറുടെ പേര് പ്രകാശ് പോൾ. ഏജന്റിൻ്റെ പേരും കൂടി പറയാമോ? പിന്നെ ബ്യൂറോയിലെ നമ്പറും മതി. വാട്സാപ്പിൽ സെൻഡ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. സന്ദീപ് കോൾ കട്ട് ചെയ്ത് അലിമയെ നോക്കി. ഓഫീസിൽ നിന്ന് ഞാൻ ഇവിടുത്തെ റിപ്പോർട്ടറുടെയും ഏജന്റിൻ്റെയും പേരും അഡ്രസ്സും ഫോൺ നമ്പറും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തിനാ? നമുക്ക് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. വാ, മണിമല ടൗണിലേക്ക് പോകാം. സന്ദീപ് അല്ലിമയും കൂട്ടി തിരിച്ച് കാറിൽ കയറി. വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ മെസ്സേജ് വന്ന് കിടപ്പുണ്ട്. അവൻ അത് വായിച്ചിട്ട് രാജഗോപാലിനോട് പറഞ്ഞു. ഞാൻ ചോദിച്ച നമ്പറുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. കറുകച്ചാൽ ബ്യൂറോയുടെ കീഴില മണിമല ടൗൺ. പക്ഷേ ബ്യൂറോയിലിരിക്കുന്ന ആൾ പുതിയതാ. 3 വർഷമേ ആയിട്ടുള്ളൂ. ഏജൻറ്റിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ട്രേസ് ചെയ്യാം. ഓ, അതാകുമ്പോൾ വലിയ കുഴപ്പമില്ല അല്ലേ? ഏജൻ്റ് ആകുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കും. അയാൾക്ക് പ്രയോജനമുള്ള കാര്യമാണെന്ന് ബോധ്യപ്പെടുത്തിയാൽ മതി. എന്നാൽ അങ്ങോട്ട് പോകാം. പത്രം ഏജൻറ്റിൻ്റെ ഷോപ്പ് മണിമല ടൗണിൽ തന്നെയായിരുന്നു. ഹോട്ടലിന് മുന്നിൽ കാർ നിർത്തിയിട്ട് രാജഗോപാലിനെയും അല്ലിമയെയും ഹോട്ടലിലേക്ക് സന്ദീപ് കയറ്റിവിട്ടു. നിങ്ങൾ ഊണ് ഓർഡർ ചെയ്തിട്ട് ഇരുന്നു, ഞാൻ പുറകെ വന്നേക്കാം. എൻ്റെ കൂടെ അല്ലിയെ കണ്ടാൽ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കും, അതുകൊണ്ടാ. സന്ദീപ് പത്രം ഏജൻറ്റിൻ്റെ കടയിലേക്ക് പോയി. അവിടെ മധ്യവയസ്സ് കഴിഞ്ഞ കഷണ്ടിയും കുടവയറും ഉള്ള ഒരാൾ ഒരു വലിയ മേശയ്ക്ക് പിന്നിൽ ഇരിപ്പുണ്ടായിരുന്നു. പേനയും കണക്ക് ബുക്കും എടുത്തു വെച്ച് കണക്കുകൾ കൂട്ടുകയും കുറിക്കുകയും ചെയ്യുന്നതിനിടയിൽ അയാൾ കണ്ണട നേരെയാക്കി സന്ദീപിനെ നോക്കി. പരിചയഭാവത്തിൽ മന്ദഹസിച്ചു. ആൻ്റണി ചേട്ടൻ എന്നല്ലേ പേര്? സന്ദീപ് ചോദിച്ചു. അതെ, എനിക്ക് എവിടെയോ കണ്ട് പരിചയമുള്ളതുപോലെ തോന്നുന്നു. പരിചയമില്ല, നമുക്ക് പരിചയപ്പെടാം. സന്ദീപ് തൻ്റെ പേരും പത്രത്തിൻ്റെ ID കാർഡും കാട്ടി സ്വയം പരിചയപ്പെടുത്തി. ഏജൻറ്റിന് സന്തോഷമായി. വർഷങ്ങളായി അയാൾക്ക് ഏജൻസിയുള്ള പത്രത്തിൻ്റെ റിപ്പോർട്ടറാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇവിടുത്തെ വരിക്കാരുടെ കണക്കും ബില്ലും എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു, ആൻ്റണി ചേട്ടൻ പറഞ്ഞു. വളരെ കോൺഫിഡൻഷ്യലായുള്ള ഒരു സംഗതി അന്വേഷിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ആൻ്റണി ചേട്ടനും ഉപകാരപ്പെടുന്ന സംഗതിയാണ്. നമ്മൾ തമ്മിലുള്ള കാര്യങ്ങൾ അങ്ങേയറ്റം രഹസ്യമായിരിക്കണം. എന്തു പറയുന്നു? സംഗതി എന്താണെന്ന് പറയാതെ? മണിമല ടൗണിൻ്റെ ഒരുമാതിരി ചരിത്രമൊക്കെ ആൻ്റണി ചേട്ടൻ അറിയാമല്ലോ. ഏറെക്കുറെ അറിയാം. 35 വർഷമായിട്ട് ഞാനിവിടുത്തെ മെയിൻ ഏജൻറ്റാണ്. ഇവിടുത്തെ വലിയൊരു ഫാമിലി ഇല്ലേ, കല്ലാറ്റുപടിക്കൽ? അതെ, അവർക്ക് ബസ്സൊക്കെ ഉണ്ടായിരുന്നു, ആനയുണ്ടായിരുന്നു. ഇപ്പോഴും വലിയ ഭൂപ്രഭുക്കന്മാരാ. റബ്ബർ തോട്ടമൊക്കെ എത്ര ഏക്കറാ? ആൻ്റണി ചേട്ടന് ഉത്സാഹമായി. അവിടുത്തെ ഒരു മോളെ കെട്ടിയ ആൾ ക്രൈംബ്രാഞ്ച് DYSPയാണ്. കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു ബാലകൃഷ്ണ മേനോൻ. വലിയ തറവാട്ടുകാരാ. ഞാനും ആ ഫാമിലിയിൽപ്പെട്ട ആളാ.
ഡിസ്റ്റൻ്റ് റിലേറ്റീവാ, കുറേ അകന്ന ബന്ധം. അതവിടെ നിൽക്കട്ടെ. 10-22 വർഷം മുമ്പ് ആ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അനിഷ്ട സംഭവം ഉണ്ടായോ? അനിഷ്ട സംഭവം എന്ന് വെച്ചാൽ എന്നതാ ഉദ്ദേശിക്കുന്നത്? വല്ല വണ്ടി ആക്സിഡൻറ്റോ, അപകട മരണമോ, അടിപിടി കേസോ അങ്ങനെ എന്തെങ്കിലും? കൊലപാതകമോ, തട്ടിക്കൊണ്ടുപോകലോ, മാൻ മിസ്സിങ്ങോ? എല്ലാം കൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിക്കേ. അടുത്ത കാലത്തൊന്നും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായതായിട്ട് അറിയത്തില്ല. അടുത്ത കാലത്തല്ല ആൻ്റണി ചേട്ടാ, 10-22 വർഷം മുമ്പ് ആ ഫാമിലിയിൽപ്പെട്ട ആരെങ്കിലും കാണാതായെന്നോ മറ്റോ? ഏതാണ്ടൊരെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്ന് ചോദിച്ചുകൊണ്ട് എനിക്കങ്ങോട്ട് ഓർത്തെടുക്കാനും പറ്റുന്നില്ല. ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ അനിയനോടൊന്ന് ചോദിച്ചോട്ടെ. അവൻ പഴയൊരു വോളിബോൾ കളിക്കാരനാ. ആൻ്റണി ചേട്ടൻ ഫോൺ എടുത്തിട്ട് അനിയനെ വിളിക്കുമ്പോൾ സന്ദീപ് കാതോർത്ത് നിന്നു. എടാ മാത്തുക്കുട്ടിയെ, നമ്മുടെ കല്ലാറ്റുപടിക്കിലെ ബാലകൃഷ്ണ മേനോൻ്റെ കുടുംബത്തിൽ 10-20 വർഷം മുമ്പ് കൊലപാതകമോ ആത്മഹത്യയോ അങ്ങനെ എന്തെങ്കിലും നടന്നതായിട്ട് നിനക്കറിയാമോ? ആന്റണി ചേട്ടന് എന്തോ വിവരം കിട്ടിയെന്നുണ്ടെന്ന് സന്ദീപിന് മനസ്സിലായി. ബാക്കി കേൾക്കാൻ നിൽക്കാതെ ഫോൺ കട്ട് ചെയ്തിട്ട് ആന്റണി ചേട്ടൻ ഉത്സാഹത്തിൽ സന്ദീപിനോട് പറഞ്ഞു, ഒരു സംഭവം ഉണ്ട് സാറേ. കല്ലാറ്റുപടിക്കിലെ ബാലകൃഷ്ണ മേനോൻ സാറിൻ്റെ പെങ്ങളുടെ മോളുടെ വീട്ടിൽ നടന്നതാ. ഞാനതങ്ങ് വിട്ടുപോയി. പെങ്ങളുടെ മോളുടെ പേര് മാളവിക എന്നാണോ? അതെ സാറേ. സാറിനതൊക്കെ അറിയാമല്ലേ? ആന്റണി ചേട്ടൻ അതിശയിച്ചു. ഒന്നും അറിയാതെ ഞാനിതൊന്നും അന്വേഷിക്കാൻ ഇറങ്ങിത്തിരിക്കില്ലല്ലോ. സാറ് പറഞ്ഞ മാളവികയെ ഒരു ദിവസം കാണാനില്ല. ശരിക്കും കല്ലാറ്റുപടിക്കിലെ കുട്ടിയല്ല മാളവിക. മേനോൻ സാറിൻ്റെ പെങ്ങളുടെ മോളല്ലേ? പെങ്ങളെ കല്യാണം കഴിച്ചത് മങ്ങാട്ടുശ്ശേരിയിലെ ഹരീന്ദ്രൻ സാറാ. അതറിയാം. കല്ലാറ്റുപടിക്കൽക്കാർക്ക് ബസ് സർവീസൊക്കെ ഉണ്ടായിരുന്നു. മണിമല കോട്ടയം, മണിമല റാന്നി, മല്ലപ്പള്ളി, മണിമല പൊൻകുന്നം, മണിമല പാല, ഈരാറ്റുപേട്ട, കുറേ ബസ്സുകളുണ്ടായിരുന്നു. അതിലൊരു ബസ്സിൻ്റെ കണ്ടക്ടറുമായിട്ട് മാളവിക എന്ന പെങ്കൊച്ച് സ്നേഹത്തിലായി. ആ കൊച്ച് കോളേജിലോ മറ്റോ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഒരു ദിവസം ആ പെങ്കൊച്ചിനെയും കണ്ടക്ടർ പയ്യനെയും കാണാനില്ല. കല്ലാറ്റുപടിക്കൽക്കാർ നാട് മുഴുവൻ ഇളക്കി മറിച്ച് തിരഞ്ഞു നടന്നു. കിട്ടിയില്ല. ഭയങ്കര സംഭവമായി പോയി. പോലീസായി, കേസായി. ഒടുക്കം ഹൈറേഞ്ചിലെ പെരുവന്താനത്തിനടുത്ത് പയ്യൻ്റെ ഒരു ബന്ധു വീട്ടിൽ നിന്ന് 3-ാം പക്കം പോലീസ് രണ്ടിനെയും പൊക്കി. ചെറുക്കനെ ലോക്കപ്പിലിട്ട് ഇടിച്ച് സൂപ്പാക്കി. പെണ്ണിനെ കല്ലാറ്റുപടിക്കൽക്കാർ ഏറ്റെടുത്തോണ്ട് പോയി. ഈ സംഭവം പത്രങ്ങളിലൊക്കെ വന്നായിരുന്നോ? ആ വന്നു. എല്ലാ പത്രത്തിലും വന്നു. നമ്മുടെ പത്രത്തിൽ ഞാനല്ലേ ആദ്യം ന്യൂസ് കൊടുത്തേ. എന്നിട്ട് ആന്റണി ചേട്ടൻ അതൊക്കെ മറന്നല്ലോ. പ്രായമായി വരികയല്ലേ സാറേ, മറവി കൂടുതലാ. ബാക്കിയും കൂടി പറ, കഥ തീർന്നില്ലല്ലോ. മെറ്റേ പയ്യൻ്റെ കൂടെ കുറച്ച് രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരവനെ ജാമ്യത്തിൽ ഇറക്കിയിട്ട് ഹൈക്കോർട്ടിൽ ഹേബിയസ് കേസ് കൊടുപ്പിച്ചു. ആ പെങ്കൊച്ചും അവനും കൂടെ എവിടെയോ പോയി രജിസ്റ്റർ മാരേജ് നടത്തിയതിൻ്റെ പ്രമാണം ഉണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ. ആരും അറിയാണ്ട് രജിസ്റ്റർ മാരേജ് നടത്താനൊക്കെ പറ്റുമോ? 10-23 വർഷം മുമ്പല്ലേ സാറേ. അന്നൊക്കെ നോട്ടീസ് ഇടാതെ തന്നെ രജിസ്റ്റർ കല്യാണം നടത്താൻ പറ്റുമായിരുന്നു. അത് സർക്കാരിൻ്റെ നിയമപ്രകാരമുള്ള രജിസ്റ്റർ കല്യാണമല്ല. രണ്ടിലൊരാൾ തള്ളിപ്പറയോ വേറെ കല്യാണം കഴിക്കുകയോ ചെയ്താൽ ആദ്യത്തെ രജിസ്റ്റർ കല്യാണം അസാധുവായി പോകും. രണ്ടുപേർക്ക് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള കരാർ മാത്രമാണ്. ഇപ്പോൾ ആ പരിപാടിയില്ല, നിർത്തലാക്കി. ശരി, ഹേബിയസ് കോർപ്പസ് കൊടുത്തിട്ട് പെണ്ണിനെ കോടതിയിൽ ഹാജരാക്കേണ്ടി വന്നു. അല്ലാതെ രക്ഷയില്ല. അവൾ അവനെ കോടതിയിൽ വെച്ച് തള്ളിപ്പറയുവാണെങ്കിൽ അവൻ കൊണ്ടുവന്ന പ്രമാണത്തിന് കടലാസിൻ്റെ വില പോലുമില്ല. അതല്ല, അവൾക്ക് അവൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞാൽ അതിനാ വില. എന്നിട്ട് മാളവിക എന്ത് പറഞ്ഞു? അവൾ ആ പയ്യൻ്റെ ഒപ്പം നിന്നു. വീട്ടുകാർ ബലമായിട്ട് പിടിച്ചോണ്ട് പോയി തടങ്കലിൽ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. കോടതി ചോദിച്ചപ്പോൾ അവൾക്ക് അവൻ്റെ കൂടെ ജീവിച്ചാൽ മതി. ചുരുക്കം പറഞ്ഞാൽ കല്ലാറ്റുപടിക്കൽക്കാർ തോറ്റുപോയി സാറേ. ഞാൻ ഉദ്ദേശിച്ച പോലെയല്ലല്ലോ കാര്യങ്ങൾ. പിന്നെ എന്താ സംഭവിച്ചേ? മാളവിക അവളുടെ ചെറുക്കൻ്റെ കൂടെ പോയി. കോടതി വിധിച്ചാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നീട് മാളവികയ്ക്ക് എന്ത് സംഭവിച്ചെന്നാണ് അറിയേണ്ടത്. തീരെ പാവപ്പെട്ട വീട്ടിലെ പയ്യനായിരുന്നു സാറേ. പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർ പണിയെന്നൊക്കെ പറയുമ്പോൾ ഏറെക്കുറെ അറിയാമല്ലോ. ചെറുക്കൻ്റെ വീട്ടുകാർക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കല്ലാറ്റുപടിക്കൽക്കാർ എന്തെങ്കിലും പ്രതികാരം ചെയ്യാതിരിക്കില്ലെന്ന്. അത് കാരണം അവരുണ്ടായിരുന്നതൊക്കെ വിറ്റുപെറുക്കി നാട് വിട്ടുപോയി. അവർ മണിമലയിൽ നിന്ന് താമസം മാറ്റിയെന്നാണോ ആന്റണി ചേട്ടൻ പറഞ്ഞത്? അതായത് ആ കുടുംബം മുഴുവൻ? അതെ. പയ്യൻ്റെ തന്തയും തള്ളയും ഒരനിയനും പെങ്ങളും, ഇത്രയും പേര് എൻ്റെ അറിവിൽ അവിടെ ഉണ്ടായിരുന്നേ. അവർ പോയി. അവരെങ്ങോട്ട് പോയി? ആദ്യം പെരുവന്താനത്തിനാണ് പോയത്. പിന്നെ അവിടെ നിന്നും കിഴക്കോട്ട് പോയെന്ന് കേട്ടു. ഇപ്പം എവിടാണെന്നൊന്നും അറിയത്തില്ല സാറേ.
വർഷം എത്ര കഴിഞ്ഞു? ആന്റണി ചേട്ടനിൽ നിന്ന് കൂടുതലൊന്നും കിട്ടാനില്ലെന്ന് സന്ദീപിന് മനസ്സിലായി. സന്ദീപ് ഹോട്ടലിലേക്ക് കയറി ചെന്നപ്പോൾ ഊണ് കഴിക്കാതെ പപ്പടം തൊട്ടും പൊടിച്ചും രുചിച്ചും കാത്തിരിക്കുകയാണ് അല്ലിമ. രാജഗോപാൽ മിക്കവാറും ഊണ് കഴിച്ച് തീരാറായി. കൈ കഴുകി സന്ദീപ് ചെന്നിരുന്നു. അല്ലി കഴിച്ചോളാൻ മേലായിരുന്നോ? ഇപ്പോൾ തണുത്തു പോയില്ലേ? അത് സാരമില്ല, മീൽസ് കൊണ്ടുവരാൻ പറയണ്ടേ? ഞാനും കൂടി കഴിച്ചേക്കാമല്ലേ? ഇവിടെ കൊണ്ടുവച്ചതാ. സന്ദീപേട്ടൻ ലേറ്റ് ആകുന്നത് കണ്ട് എടുത്തുകൊണ്ട് പോയി, അല്ലിമ പറഞ്ഞു. രാജഗോപാൽ ഒരു സപ്ലയറെ വിരൽ ഞൊടിച്ച് വിളിച്ചു. ഇവിടെ മീൽസ് എങ്ങനെയുണ്ടെങ്കിൽ? സന്ദീപ് ചോദിച്ചു. കൊള്ളാം, ഊണിന് ഞാൻ കുറ്റം പറയാറില്ല. അന്നം എനിക്ക് അമൃത. മറ്റു പലതിനും കുറ്റം പറയും. ബിരിയാണി, പൊറോട്ട, ചിക്കൻ, അങ്ങനെ. കഴിച്ചു തുടങ്ങിക്കോ, വാത്സല്യത്തോടെ സന്ദീപ് അല്ലിമയോട് പറഞ്ഞു. അവൾ അങ്ങനെ കാത്തിരുന്നതിൽ അവന് അളവറ്റ സന്തോഷമുണ്ടായിരുന്നു. സപ്ലയർ ചോറ് പ്ലേറ്റും കറികളും കൊണ്ടുവന്ന് വെച്ചു. ഞാൻ കൈ കഴിക്കോട്ടെ? രാജഗോപാൽ മൗന അനുവാദം വാങ്ങി എഴുന്നേറ്റു. അച്ഛൻ എന്ത് വിചാരിച്ചു കാണും ഇങ്ങനെ ഉണ്ണാതെ വെയിറ്റ് ചെയ്യുന്നത് കണ്ടിട്ട്? സന്ദീപ് ചോദിച്ചു. അച്ഛൻ അറിയാം, അല്ലിമ പുഞ്ചിരിച്ചു. അച്ഛൻ്റെ അടുത്ത് അമ്മയും ഇങ്ങനെ തന്നെയാ. കവളത്ത് ഒരു ഉമ്മ തരണമെന്നുണ്ട്, പക്ഷേ പ്രൈവസി ഇല്ലല്ലോ, സന്ദീപ് മന്ത്രിച്ചു. അല്ലിമയ്ക്ക് അത് കിട്ടിക്കഴിഞ്ഞുവെന്ന് അവളുടെ പുഞ്ചിരി തിളങ്ങിയ നോട്ടത്തിൽ നിന്ന് അവന് മനസ്സിലായി. പത്രം ഏജന്റിനെ കണ്ടിട്ട് എന്തെങ്കിലും കിട്ടിയോ? കുറച്ച് വിവരങ്ങൾ അറിയാൻ പറ്റി. വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല. എന്ത് പറ്റി? കുറച്ച് തടസ്സങ്ങളുണ്ട്. നമ്മളൊരു വീട്ടിൽ പോയില്ലേ, സന്ദീപേട്ടൻ്റെ അച്ഛൻ്റെ അമ്മയുടെ തറവാട്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അനുജത്തി ആരാണെന്നറിഞ്ഞാൽ താൻ അന്തം വിട്ടുപോകും. ആരാ? അല്ലിയുടെ അമ്മയുടെ അമ്മ. അമ്മ വഴിക്കുള്ള എൻ്റെ മുത്തശ്ശി. അല്ലിമ വായിലിട്ട ചോറ് അങ്ങനെ തന്നെ ഏതാനും നിമിഷം ഇരുന്നു. രാജഗോപാൽ കൈ കഴുകി ടിഷ്യൂ പേപ്പറിൽ കൈ തുടച്ചുകൊണ്ട് വന്നപ്പോൾ മകളുടെ കണ്ണ് നിറയെ വെള്ളം. അയാൾ ഒരു നിമിഷം അമ്പരന്ന് നിന്നു. ഇതിനിടയിൽ അവളുടെ കണ്ണു നിറയാൻ പാകത്തിൽ എന്ത് സങ്കടമുണ്ടായി? ഒരു ടിഷ്യൂ പേപ്പർ അയാൾ അല്ലിമയുടെ കയ്യിലേക്ക് കൊടുത്തു. അവൾക്ക് കാര്യം മനസ്സിലായി. അത് വെച്ച് വേഗം കണ്ണുകൾ ഒപ്പി. എന്താണ് സന്ദീപ്? കാരണക്കാരൻ മറ്റാരുമല്ലെന്ന ഉറപ്പിൽ രാജഗോപാൽ ചോദിച്ചു. ഇന്നലെ വരെ ഞങ്ങൾ അന്യരായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇവൾ എൻ്റെ കസിനാണ്. രാജഗോപാൽ ആശ്ചര്യപ്പെട്ടുപോയി. എനിക്ക് മനസ്സിലായില്ല. 3 തലമുറയ്ക്ക് മുമ്പ് ഞങ്ങളുടെ ജീനുകൾ ഒരേ വീട്ടിലായിരുന്നു താമസം. ഞാനത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അല്ലി ഇമോഷണലായി. രാജഗോപാൽ താൻ ഒഴിഞ്ഞുപോയ കസേരയിൽ തന്നെ ഇരുന്ന് വിശദീകരണത്തിനായി സന്ദീപനെ നോക്കി. അതായത് എൻ്റെ അച്ഛൻ്റെ അമ്മയും അല്ലിയുടെ അമ്മയുടെ അമ്മയും ചേച്ചിയും അനുജത്തിയുമാ. മൈ ഗോഡ്, ഇതെങ്ങനെ തിരിച്ചറിഞ്ഞു? പത്രം ഏജന്റുമായി സംസാരിച്ചപ്പോൾ കിട്ടിയ വിവരമാണ്. ഊണ് കഴിക്കുന്നതിനിടയിൽ സന്ദീപ് ആന്റണി ചേട്ടനിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങൾ അവരോട് പങ്കുവച്ചു. സന്ദീപിൻ്റെ ഫാമിലിയുമായിട്ട് നേരിയ കണക്ഷൻ ഉണ്ടാവുമെന്ന ഒരു ഊഹം ഉണ്ടായിരുന്നു. എന്നാലും അതിങ്ങനെയാണെന്ന് ഒട്ടും വിചാരിച്ചില്ല. രാജഗോപാൽ പറഞ്ഞു. അച്ഛൻ്റെ ചിറ്റമ്മയാണ് മല്ലിക. മല്ലികയുടെ മകൾ മാളവിക ഒരു ബസ് കണ്ടക്ടറിനെ പ്രേമിച്ചു. അതും കീഴാറ്റുപടിക്കാരുടെ സ്വന്തം ബസ്സിൻ്റെ കണ്ടക്ടറെ. കോടതി മുഖേന ഒന്നിച്ചു ചേർത്ത ആ 2 പേർക്ക്, അതായത് അല്ലിമയുടെ അച്ഛനും അമ്മയ്ക്കും എന്ത് സംഭവിച്ചെന്ന് ഇവിടെ ആർക്കും അറിയില്ല. അവർ കീഴാറ്റുപടിക്കൽക്കാരുടെ പ്രതികാരം ഭയന്ന് 23 വർഷം മുമ്പ് എല്ലാം വിട്ടുപെറുക്കി നാടുവിട്ടു പോയെന്ന ആന്റണി ചേട്ടൻ പറഞ്ഞത്. അവരിപ്പോൾ എവിടെയാണെന്ന്? രാജഗോപാൽ ചോദ്യം പൂർത്തിയാക്കാതെ നിർത്തി. തൻ്റെ ചോദ്യം അസംബന്ധമാണെന്ന് അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി. അങ്കിളൊന്ന് ചിന്തിച്ചു നോക്ക്. മാളവികയെ പ്രസവത്തിന് പോണ്ടിച്ചേരിയിൽ എത്തിച്ചതാരാ? ഭാസി അമ്മാമ്മയുടെ റിലേറ്റീവ്സ്. കുഞ്ഞിനെ ഉപേക്ഷിച്ചതും അവർ തന്നെ. എങ്ങനെ മാളവിക അവരുടെ കസ്റ്റഡിയിൽ വന്നു? അവരുടെ ഭർത്താവായി കോടതി അംഗീകരിച്ച ബസ് കണ്ടക്ടർ എവിടെ പോയി? എന്തുകൊണ്ട് ഭാസി അമ്മാമ്മയും വീട്ടുകാരും ഇത്രയും വെപ്രാളം കാണിച്ചു? അതായത് അല്ലിയുടെ അമ്മയും അച്ഛനും ഒന്നിച്ച് ജീവിതം തുടങ്ങിയിട്ട് ഇവിടുന്ന് നാട് വിട്ട് പോയ ശേഷം എന്തെല്ലാമോ സംഭവിച്ചിട്ടുണ്ട്. രാജഗോപാൽ തലയാട്ടി. നമുക്ക് ആ വീടൊന്ന് കാണാൻ പറ്റുമോ? അല്ലിമ ചോദിച്ചു. ഏത് വീടാ? മങ്ങാട്ടുശ്ശേരി. അതല്ല അവർ താമസിച്ച വീട്. അല്ലിമയുടെ കണ്ണുകളിൽ ഉത്കടമായ ആഗ്രഹം കണ്ടു. ശരി, നോക്കാം. ഊണ് കഴിച്ച ശേഷം സന്ദീപ് രാജഗോപാലിനെയും അല്ലിമയും കൂട്ടി ഏജന്റിൻ്റെ ബുക്ക് സ്റ്റാളിലെത്തി. ആന്റണി ചേട്ടാ. പഴയ മാസികൾ തിരഞ്ഞു മാറ്റുകയായിരുന്ന ആന്റണി ചേട്ടൻ തിരിഞ്ഞു നോക്കി. ആഹാ, പോയില്ലായിരുന്നോ? സന്ദീപിനെ കണ്ട് അയാൾ മേശയ്ക്കടുത്തേക്ക് വന്നു. ഇതേതാ ഈ കുട്ടി? ആന്റണി ചേട്ടൻ പരിചയമുള്ള ഒരാളെ കണ്ട പോലെ അല്ലിമയെ നോക്കിയിട്ട് സന്ദീപിനോട് ചോദിച്ചു. നിങ്ങളുടെ കൂടെ വന്നതാണോ? അതെ. എങ്ങാണ്ട് കണ്ടു മറന്ന പോലെ തോന്നി. ആന്റണി ചേട്ടാ,
ആ ബസ് കണ്ടക്ടറും കുടുംബവും താമസിച്ചിരുന്ന വീട് ഇപ്പോഴുണ്ടോ? വീടുണ്ട്. അതെവിടെ പോകാനാ? എവിടെയാ അത്? ഒന്ന് കണ്ടാൽ കൊള്ളായിരുന്നു. ആ വീടിപ്പം അടച്ചിട്ടിരിക്കുക. താമസക്കാരില്ല. ഒരു പഴഞ്ചൻ വീടാന്നേ. ഒന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ. ഞാനൊരു കാര്യം പറയാം. നിങ്ങളൊരു ഓട്ടോ പിടിച്ചിട്ട് പോകണം. കിഴക്കേപ്പാറ റോഡിൽ ത്രിവേണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനടുത്ത് പോകണമെന്ന് പറയണം. അവിടെ ചെന്ന് ആരോട് ചോദിച്ചാലും മതി. എന്താ ചോദിക്കേണ്ടത്? കണിയാമ്പറമ്പിലെ ശേഖരൻകുട്ടി താമസിച്ചിരുന്ന വീട് ഏതാണെന്ന് ചോദിച്ചാൽ ആരും ചൂണ്ടിക്കാണിച്ചു തരും. ആരാ ശേഖരൻകുട്ടി? സന്ദീപ് ചോദിച്ചു. ചന്ദ്രബാബുവിൻ്റെ അച്ഛനാ. ചന്ദ്രബാബുവോ? അത് ഞാൻ പറഞ്ഞില്ലല്ലോ. ആ ബസ് കണ്ടക്ടറിൻ്റെ പേരാ. ഓ, അതാണല്ലേ. സന്ദീപ് അർദ്ധഗർഭമായി അലിമയെ നോക്കി. അലിമ തൻ്റെ ജന്മരഹസ്യത്തിന് ചിരന്തിവന പോലെ പൊതിഞ്ഞിരിക്കുന്ന ബന്ധപാശങ്ങളെ മെല്ലെ മെല്ലെ തിരിച്ചറിയുകയാണ്. ശരി, ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ. അവർ ബുക്ക് സ്റ്റാളിൽ നിന്നിറങ്ങി. ഓട്ടോ പിടിച്ച് തന്നെ പോകാം, അതാ നല്ലത്, സന്ദീപ് പറഞ്ഞു. അവൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ത്രിവേണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലേക്ക് ഓട്ടം പോകണമെന്നാവശ്യപ്പെട്ടു. 3 പേരും ഓട്ടോറിക്ഷയിൽ കയറി. ഓട്ടോ ഓടുന്നതിനിടയിൽ ഡ്രൈവർ തിരക്കി. അവിടെ എവിടെ പോകാനാ സാറേ? കണിയാമ്പറമ്പിൽ ശേഖരൻകുട്ടി എന്ന് പേരുള്ള ഒരാളിൻ്റെ വീട്, സന്ദീപ് പറഞ്ഞു. അവരൊന്നും ഇവിടെ ഇല്ല സാറേ, വേറെ ആൾക്കാരാ താമസം. ഓട്ടോക്കാരനെ സന്ദീപ് ശ്രദ്ധിച്ചു. 50-ന് മേൽ പ്രായമുള്ള ആൾ. ആ വീടൊന്ന് കാണാൻ വേണ്ടിയാ. വാടകയ്ക്ക് നോക്കാനാണോ സാറേ? അതൊന്നും സാറിനെ പോലുള്ളവർക്ക് പറ്റിയ വീടല്ല, പഴകി ദ്രവിച്ചതാ. വാടകയ്ക്ക് എടുക്കാനല്ല, സന്ദീപ് പറഞ്ഞു. അത് ക്ലബിനടുത്തൊന്നുമല്ല. കിഴക്കേപ്പാറ റോഡിൽ കൂടെ കുറേ ദൂരം പോണം. വാട്ടർ ടാങ്കില്ലേ, അതിനടുത്തായിട്ട് വരും. ഓട്ടോ ഓടിക്കൊണ്ടിരുന്നു. ഓട്ടോ ഡ്രൈവർ പറഞ്ഞത് സത്യമായിരുന്നു. വാട്ടർ ടാങ്കിനപ്പുറത്തുള്ള മുക്കിന് തന്നെ കണിയാമ്പറമ്പ് ജംഗ്ഷൻ എന്നാണ് പേര്. ജംഗ്ഷനിൽ കുറച്ച് മാറ്റി ഓട്ടോറിക്ഷയിട്ട് ഡ്രൈവർ വീട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. സന്ദീപ് പൈസ നൽകി. വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? രക്ഷയില്ല സാറേ, വേറെ ഓട്ടോ ഉണ്ട്. ഇവിടെ നിന്നാൽ മതി, വേറെ ഓട്ടോ കിട്ടും. അയാൾ ഓട്ടോ ചാർജും വാങ്ങി അപ്പോൾ തന്നെ സ്ഥലം വിട്ടു. ദ്രവിച്ചടർന്നു പോയ പലക കൊണ്ടുള്ള ഒരു കവാടമാണ് വീട്ടുമുറ്റത്തേക്ക് കടക്കാനുണ്ടായിരുന്നത്. അധികം വിസ്താരമില്ലാത്ത ചെറിയ തൊടിയിൽ കുറ്റിച്ചെടികളും കളകളും തഴച്ചു നിന്നു. വീട്ടുമുറ്റത്ത് പുല്ലും പടർന്നിരുന്നു. ആരോ പശുവിനെ മേയാൻ വിട്ടതിൻ്റെ ലക്ഷണമായി അവിടെ ചാണകം കിടപ്പുണ്ട്. മുറ്റത്തരികിൽ അങ്ങിങ്ങ് മുരടിച്ച് വിളറിയ പൂച്ചെടികൾ. വീടിൻ്റെ അവസ്ഥ ദയനീയമായിരുന്നു. വാതിലുകളെല്ലാം ചിതലരിച്ചിട്ടുണ്ട്. സിമിന്റിട്ട വരാന്ത വൃത്തിഹീനമായി കിടന്നു. ചുവരുകൾ വിണ്ടുകീറിയും പായലും പൂപ്പലും പിടിച്ച് നാശോന്മുഖമായി കാണപ്പെട്ടു. ഓടും തകര ഷീറ്റുകളും കൊണ്ട് മേഞ്ഞ മേൽക്കൂര. ചന്ദ്രബാബുവും കുടുംബവും താമസിച്ചിരുന്ന വീട്, രാജഗോപാൽ പറഞ്ഞു. മാളവികയും ഇവിടെ കുറച്ചുനാൾ താമസിച്ചിട്ടുണ്ടാവണം. സന്ദീപ് അത് ശരിവെച്ചു. അല്ലിമയുടെ മനസ്സിലേക്ക് ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ചില വികാരാനുഭൂതികൾ കടന്നുകയറി. തൻ്റെ അച്ഛനും അമ്മയും താമസിച്ചിരുന്ന വീട് അവൾ ഓർത്തു. അവരുടെ പാദസ്പർശമേറ്റ മുറ്റം. ഒരു കോരിത്തെരിപ്പ് പാദത്തിലൂടെ അരിച്ചു കടക്കുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. അവൾക്ക് സന്ദീപുമായുള്ള സ്നേഹബന്ധത്തെപ്പറ്റി അനേകം സംശയങ്ങളുണ്ടായിരുന്നു. ഏകാന്തതകളിൽ അതവളെ അലട്ടിയിരുന്നു. എന്തുകൊണ്ടാണ് ഉത്കർഷിച്ചുപോയ താൻ സന്ദീപിനെ പോലെയുള്ള ഒരു പത്രപ്രവർത്തകനുമായി അടുത്തത്? ഒരിക്കൽ തിരസ്കരിച്ചിട്ടും എന്തിനാണ് കഴിഞ്ഞ പ്രളയകാലത്ത് വീണ്ടും അവനെ കണ്ടുമുട്ടിയത്? സിവിൽ സർവീസ് എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന് ഉദ്യമിച്ചു കൊണ്ടിരുന്ന താൻ എന്ത് ഉൾപ്രേരണയാലാണ് അതുപേക്ഷിച്ച് അവൻ്റെ പ്രണയാഭ്യർത്ഥനയ്ക്ക് മുൻപിൽ മുട്ടുകുത്തിയത്? എന്തുകൊണ്ടാണ് ജാതകത്തെ ചൊല്ലി തെറ്റിപ്പിരിഞ്ഞിട്ടും വീണ്ടും അവൻ്റെ കാൽ ചുവട്ടിൽ വന്നടിഞ്ഞത്? എന്തുകൊണ്ടാണ് തൻ്റെ അച്ഛനും അമ്മയുമല്ല തൻ്റെ ശരിക്കുള്ള മാതാപിതാക്കളെന്ന് താൻ തിരിച്ചറിഞ്ഞത്? തീരാത്ത സംശയങ്ങളായിരുന്നു. അതെല്ലാം ഇപ്പോൾ ഈ മുറ്റത്ത് അവൾക്ക് അതിനുത്തരം കിട്ടി. തൻ്റെ അച്ഛനെയും അമ്മയെയും തിരിച്ചറിയാൻ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ കണ്ടെത്താൻ. അല്ലിമയ്ക്കിപ്പോൾ സന്ദീപിനോടുള്ള സ്നേഹാധിക്യം കൊണ്ട് മിഴികളിൽ നനവ് നിറഞ്ഞു. അവന് തന്നോട് തോന്നിയ അലിവും ഇഷ്ടവും ഏതോ കാണാമറയത്തു നിന്നുള്ള സ്നേഹ സന്ദേശമായിരുന്നില്ലേ? അല്ലിമ അവനോടൊന്നും കൂടി ചേർന്ന് നിന്നു. തങ്ങൾ കണ്ടുമുട്ടുന്നതിന് മുൻപ് പോലും അന്യരായിരുന്നില്ല. ഒരേ കുടുംബത്തിൻ്റെ ഭിന്നശാഖകളിൽ ജനിച്ചു വളർന്നവർ, ഒരേ തൊടിയിൽ വിടർന്ന പുഷ്പങ്ങൾ. അവളുടെ ഉടലിൻ്റെ ചൂട് അവൻ്റെ ദേഹത്ത് തട്ടി. അവൻ കൺകോണിലൂടെ അവളെ നോക്കി. പ്രായം ചെന്ന ഒരാൾ മുറ്റത്തേക്ക് വരുന്നുണ്ടായിരുന്നു. കൈലിയും തോർത്തും മാത്രമായിരുന്നു അയാളുടെ വേഷം. സ്ഥലം നോക്കാൻ വന്നവരാണോ? അയാൾ മൂവരെയും മാറി മാറി നോക്കി. ആ, അതെ, സന്ദീപ് പറഞ്ഞു.
ഇത് വാങ്ങണ്ട സാറേ, ഗുണം പിടിക്കത്തില്ല. വാങ്ങിയവരൊക്കെ വിറ്റേച്ചും പോയി. ഇവിടെ താമസിച്ചാൽ മേൽഗതിയില്ല. ഇവിടെ പണ്ട് താമസിച്ചിരുന്നവർ ഇപ്പോൾ എവിടെയാ? കണിയാമ്പറമ്പിലെ ശേഖരൻകുട്ടിയും മക്കളുമാണോ? ആ, അത് തന്നെ. അവരിവിടുന്ന് വിട്ടിട്ട് പോയതല്ലേ പെരുവന്താനത്തിന്. അവിടെ എവിടെയാ? അതൊക്കെ ആരന്വേഷിക്കാനാ? അവരെ ആരെയും പിന്നെ ഇവിടെ ഉള്ളവർ കണ്ടിട്ടില്ലേ? എങ്ങനെ കാണാനാ? അവർ പോയത് നന്നായി. ഇല്ലെങ്കിൽ കല്ലാറ്റുപടിക്കൽക്കാർ കൊന്നു കളഞ്ഞേനെ. ആരെ കൊല്ലാൻ? ചന്ദ്രബാബുവിനെ. അവനല്ലേ അവിടുത്തെ പെണ്ണിനെ അടിച്ചുകൊണ്ട് പോന്നേ. ഭയങ്കര സംഭവമല്ലായിരുന്നോ? മണിമല മുഴുവൻ ഇളക്കി മറിച്ചില്ലേ? പിന്നെ പോലീസ്, കോടതി, കേസ് എന്തെല്ലാമായിരുന്നു. ആ പെൺകുട്ടിയെ ചേട്ടൻ കണ്ടിട്ടുണ്ടോ? മാളവികയെ. ആഹാ, പേരൊക്കെ അറിയാമല്ലോ. ഇവിടെ വന്ന് താമസിച്ചില്ലേ അവര്? അതെ, കോടതിയിൽ നിന്ന് നേരെ ഇങ്ങോട്ടാ കൊണ്ടുപോന്നേ. അവനെ തെറ്റു പറയാനില്ല കേട്ടോ. ആണായി പിറന്ന ആരായാലും അടിച്ചോണ്ട് പോകും. അത്ര അഴകായിരുന്നു കാണാൻ. ഏതാണ്ട് ഇതുപോലെയൊക്കെ തോന്നുമായിരുന്നോ? അലിമയെ തൊട്ടുകാട്ടി കളിമട്ടിൽ സന്ദീപ് ചോദിച്ചു. കണ്ണിന് മൂടലുണ്ടായിരുന്നതുകൊണ്ട് വൃദ്ധൻ കുറച്ചുകൂടി അടുത്തേക്ക് വന്നു. അയാളുടെ കണ്ണുകൾ വിടർന്നു. ഈ കൊച്ച് ആ വീട്ടിലെ ആരുടെയെങ്കിലും മോളാണോ? അയാൾ സംശയത്തിൽ അലിമയെയും സന്ദീപിനെയും രാജഗോപാലിനെയും നോക്കിക്കൊണ്ടിരുന്നു. അടുത്ത ഭാഗം നാളെ.